ഇങ്ങനെയാണ് ഫ്രാൻസിലെ പെട്രോൾ പമ്പ് ഇരിക്കുന്നത്. നമ്മൾ തന്നെ സ്വയം അടിക്കണം, നമ്മൾ തന്നെ പൈസ പേ ചെയ്തിട്ട് നമ്മൾ തന്നെ എടുത്ത് അടിക്കണം. നിങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറുമ്പോൾ ഞാൻ ആ വ്യൂസ് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പാരീസിൽ നിന്ന് ഒരു ഔട്ടർ ഏരിയയിലുള്ള നോർമാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു റോഡ് ട്രിപ്പ് പോകണയാണ്. ഇതാണ് ഭരത്ത്, നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതുപോലെ രണ്ടുപേരും കൂടി ഉണ്ട്. ഡോക്ടർ അമലുണ്ട്, പിന്നെ അതുപോലെ തന്നെ അനന്തും ഉണ്ട്. ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിയ ആളാണെന്ന്, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുക. നമ്മളിപ്പോൾ ഇന്ന് നോർമാൻഡി എന്ന് പറഞ്ഞാൽ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണയാണ്. പാരീസിൽ നിന്ന് ഒരു 2 മണിക്കൂറല്ലേ, 2.5 മണിക്കൂർ അടുത്ത് ദൂരം ഉണ്ട് ഈ സ്ഥലത്തേക്ക്. ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡെൻസി ലണ്ടൻ, പുള്ളിയുടെ കാറിലാണ് നമ്മൾ പോണത്. സോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ചിപ്സും കുറച്ച് ബ്രെഡും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോകണേണ്. നോ ആൽക്കഹോൾ. അതെ, നോ ആൽക്കഹോൾ. യെസ്. ഇതാണ് നമ്മുടെ ഡോക്ടർ വൺ ഡേ ട്രിപ്പിന് പോകണേണ് ബാലക്കെട്ടായിട്ട്. കൊള്ളത്തില്ല. അനന്തി നമ്മുടെ വണ്ടി വന്നിരിക്കുന്നു. ഹലോ, ഹായ്. ഓ, അപ്പില് ചവിട്ടിയപോലെയായി. മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. ഇപ്പത്തിന് നമ്മള് 3 ടോള് കൊടുത്ത്, ആദ്യത്തെ ടോള് 3 യൂറോ, ഇന്നത്തെ ടോള് 4 യൂറോ, ഇപ്പൊ 6 യൂറോ. ഓരോ ടോള് പോകുന്തോറും പൈസ കൂടിക്കൊണ്ടിരിക്കണേണ്. എണ്ണം കൂടുന്തോറും കാശിന്റെ എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ. നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ എത്തിയേക്കാണ്. പെട്രോൾ അടിക്കണം, ഫുഡ് മേടിക്കണം, അതിനൊക്കെ വേണ്ടി നിർത്തിയേക്കണേണ്. നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ദേ ആ കാണുന്ന ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. ഇങ്ങനെയാണ് ഫ്രാൻസിലെ പെട്രോൾ പമ്പ് ഇരിക്കുന്നത്. നമ്മൾ തന്നെ സ്വയം അടിക്കണം, നമ്മൾ തന്നെ പൈസ പേ ചെയ്തിട്ട് നമ്മൾ തന്നെ എടുത്ത് അടിക്കണം. അതാണ് പരിപാടി. പിഗറ്റ് എന്നുള്ളൊരു കാറാണ് പോണത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണ് അറിയാൻ പാടില്ല. പിഗറ്റ് അങ്ങനെ എന്തോ അതിന്റെ പേര്. റോഡിന് സൈഡിലായിരിക്കും, റോഡിൽ നമ്മൾ ഉള്ളിലേക്ക് കയറി വരണം. മെയിൻ ഹൈവേയിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പാടില്ല. കാറ് പാർക്ക് ചെയ്യാനുള്ള ഫൈന് കാര്യങ്ങളൊക്കെ വരും. നിങ്ങളിപ്പോൾ എന്റെ സൈഡിൽ കണ്ട ഒരു ക്യാമ്പർ വാനാണ്. ഫ്രഞ്ചുകാരുടെ ഒരു രീതിയാണ്, ഫ്രഞ്ചുകാരല്ല യൂറോപ്യൻസിന്റെ ഒരു മെയിൻ രീതിയാണ്. വെള്ളിയാഴ്ച വരെയും ജോലി ചെയ്തിട്ട് വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച വെളുപ്പിന് അവര് ഈ ഒരു ക്യാമ്പർ വാൻ അവരുടെ കാറിന്റെ ബാക്കിലൊക്കെ കെട്ടിയിട്ട് ഇവര് ഔട്ടർ ഏരിയകളിലേക്ക് യാത്ര പോകും. അവിടെ പോയിട്ട് അവര് ക്യാമ്പ് ചെയ്ത് ആ ഒരു നൈറ്റ് അവർ ചെലവഴിക്കും. ആ ഒരു വീക്കെൻഡ്സ് അവര്, അതായത് ശനിയാഴ്ച രാത്രി അവര് മാക്സിമം എൻജോയ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ആ ഒരു ദിവസം അവര് മാക്സിമം ഔട്ടർ ഏരിയകളൊക്കെ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസം അവർ തിരിച്ച് പാരീസിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഇത്. ഇപ്പൊ ഞങ്ങൾ വന്ന സമയത്താണെങ്കിലും നോർമാൻഡിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരുപാട് ക്യാമറ വേണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഔട്ടർ ഏരിയകളിലേക്ക് പോയിട്ട് ഇന്ന് അവർ ക്യാമ്പിങ് ഫിനിഷ് ചെയ്ത് തിരിച്ചവരുടെ വീടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളാ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറുമ്പോൾ ഞാൻ ആ വ്യൂസ് കാണിച്ചു തരാം. അല്ല, ഒരുപാട് ക്യാമ്പർമാൻ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ചറ പോയിക്കൊണ്ട്. Sometimes like all you want to do is run. Hear me out, hear me out. It's all the things you never show. സോ ഗൈസ്, നമ്മളങ്ങനെ മോൺ സെയിന്റ് മിഷേൽ എത്തിയിരിക്കുകയാണ്. നല്ല വെയിലുണ്ടെങ്കിലും നല്ലൊരു തണുത്ത കാറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ സെയിം മോൺ മിഷേലേക്ക് പോകാൻ പോണേട്ടാ. ഈ ഒരു ബസ്സിൽ കയറി വേണം നമ്മൾ അങ്ങനെ പോകാൻ. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. Never really know what's going
ഗൈസ് നമ്മളങ്ങനെ സെന്റ് മിഷൽ കാസ്റ്റിലെത്തിയിരിക്കുകയാണ്. എന്ത് രസം കാണാനായിട്ട്. പണ്ടൊക്കെ കാർട്ടൂണിൽ കണ്ട സാധനം നേരിട്ടിപ്പോൾ കണ്ടു നമ്മ. സമ്മറാണ് ഒരു തുള്ളി വെള്ളമില്ല ഇവിടെ. അത് ഭാരതപ്പുഴ വറ്റി വരണ്ട്. ഇതാണ് നമ്മളൊന്ന് ബസ് ഇട്ടോ. അതെ, വളരെ വ്യത്യസ്തമായ ഡിസൈനുള്ള ബസ് ഉണ്ടോ? ഇത് നോക്കി നിങ്ങൾ, ഒരു തുള്ളി വെള്ളമില്ല. ഇതുണ്ടാ പരവതാനി പോലെ പരന്ന് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ഫെയറി ടെയിൽ മൂവീസിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു സെന്റ് മിഷൽ കാസ്റ്റിൽ. വൺസ് ഇൻ ലൈഫ് ടൈം അത് കാണേണ്ട ഒരു സാധനമാണ്. കാരണം ഇത്രയും ഒരു കടലാണ് ഇത്, അപ്പുറത്തേക്ക് കടലാണ്. ആ ഒരു കടലിന് അടുക്കാൻ ഒരു ദ്വീപ് പോലെ ഇത് സെറ്റ് ചെയ്തേക്കണത്.